ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മളെ സെല്ലുകളുടെ ക്രമീകരണങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സെല്ലിനെ ക്രമീകരിക്കാൻ സാധിക്കും? അതായത് സീരീസ് രീതി അഥവാ ശ്രേണി രീതിയിലും അതുപോലെ സമാന്തര രീതിയിലും നമുക്ക് എന്താക്കാം, സെല്ലിനെ ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ ആ രണ്ട് രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രേണി രീതിയിൽ എങ്ങനെയാണ്, അടുത്തടുത്തായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ സമാന്തര രീതിയിൽ ഒന്ന് മുകളിലാണ്, അതിൻ്റെ താഴെ സമാന്തരമായിട്ടാണ് നമ്മൾ സെല്ലുകളെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം നോക്കി. എന്നാൽ അതിൽ ശ്രേണി രീതിയിൽ ക്രമീകരിക്കുമ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? അവിടെയുള്ള ഓരോ സെല്ലിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സമ്മാണ്, അതായത് അതിൻ്റെ തുകയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ സമാന്തര രീതിയിൽ നമ്മൾ സെല്ലുകളുടെ അറേഞ്ച് ചെയ്ത സമയത്ത് അവിടെ എങ്ങനെയായിരുന്നു, ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലിന് തുല്യമായതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എത്ര സെല്ലിനെ നമ്മൾ സമാന്തരമായിട്ട് അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാലും ഒന്നിന് തുല്യമായ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്താണ്, സമാന്തര രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കുറേ കാലത്തേക്ക് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നമ്മളെ മൊബൈലിൻ്റെ പവർ ബാങ്ക്സിൽ നമ്മൾ സമാന്തര രീതിയിലാണ് സെല്ലുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ മനസ്സിലാക്കുക. അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ഇനി വരുന്നുണ്ട്, കൂടെ തന്നെ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യുക, കാര്യം മനസ്സിലായതിനു ശേഷം സ്വന്തം ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ നമുക്ക് പറയാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത എന്താണ് എന്നുള്ളതാണ്, അതെങ്ങനെയാണ് അളക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. അത് നമുക്കറിയാം, വൈദ്യുത ചാർജുകൾ ഒഴുകുന്നതിലൂടെയാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. അല്ലെ, വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. യൂണിറ്റ് സമയത്തിൽ അതായത് ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്. അതായത് ഒരു ചാലകം എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. അതിലൂടെ നമുക്ക് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ചാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വൈദ്യുത ചാലകത്തിൽ ഒരു ചാലകത്തിലൂടെ ഒരു സെക്കൻഡ് സമയത്ത്, അതായത് ഒരു യൂണിറ്റ് സമയത്ത് ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ്, യൂണിറ്റ് സമയത്ത് ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രതയായിട്ട് പറയുന്നത് യൂണിറ്റ് സമയത്ത് ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ്. നോക്കാം. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ നമ്മൾ എന്ത് പറയും, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ് പറയാം. അല്ലെങ്കിൽ നമ്മൾ അതിന് സിംപ്ലി എന്ത് പറയും, കറണ്ട് എന്ന് പറയും. വൈദ്യുത പ്രവാഹ തീവ്രത ഓർ നമുക്ക് എന്ത് പറയാം, കറണ്ട് എന്ന് പറയാം. ഒരു യൂണിറ്റ് സമയത്ത് ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ട് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രതയെ സൂചിപ്പിക്കാൻ I എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ I ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്യാപിറ്റൽ ലെറ്റർ I ആണ് ഉപയോഗിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത അതാണ് ക്യാപിറ്റൽ ലെറ്റർ I. അതെന്താണ്, ഒരു ചാലകത്തിലൂടെ യൂണിറ്റ് സമയത്ത് ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത, അതും അല്ലെങ്കിൽ എന്ത് പറയാം, കറണ്ട് എന്ന് പറയാം. ഓക്കെ ആണോ? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒരു സർക്യൂട്ടിലൂടെ സമയം ടി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൊണ്ട് Q ആണ് ചാർജ്. കൊണ്ട് Q ചാർജ് ഒഴുകിയെങ്കിൽ ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജിന്റെ എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എഴുതാം,
ഒരു സെക്കൻഡിൽ ഒഴുകിയ ചാർജ് എന്ന് പറയുന്നത് Q/T ആണ്. Q/T ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? I, വൈദ്യുത തീവ്ര പ്രവാഹം I, അതാണ് I. I ഈസ് ഈക്വൽ ടു എന്താണ്? ചാർജ്. ചാർജ് ബൈ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജ് ബൈ സമയം. ഇതാണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ. കറണ്ട് അഥവാ വൈദ്യുത തീവ്ര പ്രവാഹം കാണാനുള്ള ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു Q/T ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. റിപ്പീറ്റ് ആയിട്ട് പ്രോബ്ലം തരാറുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് I കാണാൻ ചോദിക്കും, Q കാണാൻ ചോദിക്കും, T കാണാനും ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ലേ? I ഈസ് ഈക്വൽ ടു Q/T അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T ആയിരിക്കില്ലേ? ആ 3 ഇക്വേഷൻ ഇവിടെ എഴുതാം. I ഈസ് ഈക്വൽ ടു Q/T. then Q is equal to I into T. then T is equal to Q/I. ഈ രീതിയിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. 3 ഇക്വേഷൻ വെച്ചിട്ടും പ്രോബ്ലം ചോദിക്കാം. നിങ്ങളോട് കറണ്ട് കാണാൻ പറയും, അല്ലെങ്കിൽ ചാർജ് കാണാൻ പറയും. ടൈം അങ്ങനെ പൊതുവെ പറയാറില്ല. ഓക്കെ, നോക്കാം. ഈ സമവാക്യത്തിൽ നിന്ന് കറണ്ടിന്റെ യൂണിറ്റ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമവാക്യം കിട്ടി. കറണ്ട് എന്ന് പറയുന്നത് Q/T ആണെന്നുള്ളത് കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടെത്തണം. കറണ്ടിന്റെ യൂണിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. കറണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കും? Q/T അല്ലേ കറണ്ട്. അപ്പൊ Qന്റെ യൂണിറ്റ്, അതായത് ചാർജിന്റെ യൂണിറ്റ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. T സമയമല്ലേ? സമയത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ഈസ് ഈക്വൽ ടു, ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കുളോം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ C. ടൈമിന്റെ യൂണിറ്റ് നമുക്കറിയാലോ, സ്മോൾ എസ്, സെക്കൻഡ് ആണ്. സ്മോൾ എസ്, C/S, അതായത് കുളോം പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കുളോം പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്നറിയോ? കുളോം പെർ സെക്കൻഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കും ആംപിയർ. ആംപിയർ എന്നാണ് നമ്മൾ പറയുക. ആംപിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംപിയർ എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് നമ്മൾ ആംപിയർ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളോട് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് കാണാനുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ Q/T ചെയ്യുക, ചാർജ് ബൈ സമയം ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ക്യാപിറ്റൽ A ഇടുക, ആംപിയർ ഇടുക. യൂണിറ്റ് ഇട്ടാൽ മാത്രമാണ് നിങ്ങളെ പ്രോബ്ലത്തിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, ചാർജിൻ്റെ യൂണിറ്റ് ബൈ സമയത്തിൻ്റെ യൂണിറ്റ്, ദാറ്റ് ഈസ് കുളോം പെർ സെക്കൻഡ്. അതായത് കുളം പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടിയ. കുളോം പെർ സെക്കൻഡിന് നമ്മൾ പറയുന്ന പേരാണ് ആംപിയർ. അതാണ് ക്യാപിറ്റൽ ലെറ്റർ A വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാ കറണ്ടിന്റെ യൂണിറ്റ് കുളോം പെർ സെക്കൻഡ് എന്ന് ലഭിച്ചല്ലോ. കറണ്ടിന്റെ യൂണിറ്റ് കുളോം പെർ സെക്കൻഡ് എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ആംപിയർ A എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിനെ നമ്മൾ ആംപിയർ എന്നാണ് പറയുന്നത്. അത് A വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് നമുക്ക് പറയാം. അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. I ഈസ് ഈക്വൽ ടു Q/T. സമവാക്യമാണ് I ഈസ് ഈക്വൽ ടു Q/T. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ സമയം. ദെൻ അതിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, കുളോം പെർ സെക്കൻഡ്. അതിനെ നമ്മൾ പറയുന്നതാണ് ആംപിയർ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A. ക്ലിയർ ആയല്ലോ? ദെൻ ആൻഡ്രെ മാരി ആംപിയർ എന്നുള്ള ശാസ്ത്രജ്ഞൻ, അത് ആ ശാസ്ത്രജ്ഞന്റെ പേരാണ്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ എന്ത് കുളോം പെർ സെക്കൻഡിന് ആംപിയർ എന്നുള്ള പേര് നൽകിയത്. അദ്ദേഹത്തിന്റെ പേരിനോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ കറണ്ട് അഥവാ തീവ്ര വൈദ്യുത പ്രവാഹത്തിന് എന്ത് കൊടുത്തത്? യൂണിറ്റിന് കുളോം പെർ സെക്കൻഡിന് ആംപിയർ എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. വൈദ്യുത പ്രവാഹ തീവ്രതയെ ആംപിയർ എന്ന യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്ക് ആംപിയർ എന്ന യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ആംപിയർ എന്ന യൂണിറ്റ് ആണ് നൽകിയത്. ചെറിയ യൂണിറ്റുകളായ മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി ഇത്ര ആംപിയർ എന്നാണ് പറയാം.
ഇത്ര ആംബിയർ കറണ്ട് എന്നാ പറയാ. എന്നാൽ ചെറിയ അളവിലുള്ളത് സൂചിപ്പിക്കാൻ നമ്മൾ മില്ലി ആംബിയർ ഉപയോഗിക്കും. അതിലും ചെറുത് സൂചിപ്പിക്കാൻ മൈക്രോ ആംബിയർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മൈക്രോ ആംബിയർ മില്ലി ആംബിയർ എന്നൊക്കെ പറയുന്നത് എത്രയാണെന്നുള്ള ജസ്റ്റ് ഒരു കൺവേർഷൻ ആണ്. ഒന്ന് അറിഞ്ഞു വെക്കണം. അഥവാ പ്രോബ്ലം ചോദിച്ചാൽ, നിങ്ങളോട് പ്രോബ്ലം ചോദിക്കുന്നത് മില്ലി ആംബിയറിലാണെങ്കിൽ അതിനെ ആംബിയറിലാക്കാനും, അല്ലെങ്കിൽ ആംബിയറിൽ കിട്ടിയ സാധനത്തിനെ മില്ലി ആംബിയറിലേക്ക് മാറ്റാനും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന് ഈ വാല്യൂ പഠിച്ചിരിക്കണം. അതായത് 1 ആംബിയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ആംബിയർ. 1000 മില്ലി ആംബിയർ ആണ്. 1 ആംബിയർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ആംബിയർ ആണ്. 1000 മില്ലി ആംബിയറിനെ നമുക്ക് എങ്ങനെയും കൂടെ പറയാം, 10⁻³ ആംബിയർ. 10⁻³ മൈക്രോ ആംബിയർ. 1 ആംബിയർ ഈസ് ഈക്വൽ ടു 1 ampere is equal to 1000 milliampere. So 1 ampere is equal to 10⁻³ milliampere എന്ന് കൂടെ പറയാം. ക്ലിയർ ആയോ? ദെൻ അടുത്തതാണ് നമുക്ക് തന്നിട്ടുള്ളത് 1 milliampere. 1 milliampere is equal to എത്രയാ തന്നിട്ടുള്ളത്? 1000 മൈക്രോ ആംബിയർ. ഈ സിമ്പൽ മൈക്രോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മൈക്രോ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൈക്രോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ മൈക്രോ ആംബിയർ. മൈക്രോ. സ്മോൾ എം എന്ന് പറയുന്നത് മില്ലി ആണ് സൂചിപ്പിക്കുന്നത്. മില്ലി. ഓക്കെ. അപ്പൊ നമ്മളോട് പറഞ്ഞ 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത് 1000 മൈക്രോ ആംബിയർ ആണ്. 1000 മൈക്രോ ആംബിയർ ആണ് എന്നാണ് പറയുന്നത്. 1 മില്ലി ആംബിയർ ഈസ് ഈക്വൽ ടു എന്താണ്? 1000 മൈക്രോ ആംബിയർ ആണ്. ക്ലിയർ ആയോ? അപ്പൊ 1000 മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 മില്ലി ആംബിയർ ആണ്. 1 മില്ലി ആംബിയർ ആണ്. ഈ ഒരു കൺവേർഷൻ എന്താക്കുക, മനസ്സിലാക്കി വെക്കുക. 1 ആംബിയർ 1000 മില്ലി ആംബിയർ. അപ്പോൾ 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മൈക്രോ ആംബിയർ ആണ്. 1000 മൈക്രോ ആംബിയർ ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 1 ആംബിയർ മൈക്രോയിൽ എത്ര ഉണ്ടാവും? 1 ആംബിയർ ഈസ് ഈക്വൽ ടു 10⁻⁶ മൈക്രോ ആംബിയർ. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ ആണോ? സോ ചെറുത് നമ്മൾ അളക്കുന്നതാണ് മില്ലിയും മൈക്രോവും. നോർമലി ആംപിയറിലാണ്. എന്നാൽ ചെറിയ അളവുകൾ മില്ലി, അതിലും ചെറുതാണെങ്കിൽ മൈക്രോ. ഓക്കെ. ദെൻ ആൻഡ്രേ മാരി ആംപിയർ. ഇതാണ് അദ്ദേഹം, നമ്മൾ പറഞ്ഞ ആള്. നമ്മൾ പറഞ്ഞല്ലോ, ഈ സയന്റിസ്റ്റിനോടുള്ള ബഹുമാനാർത്ഥം അല്ലെങ്കിൽ ആദര സൂചകമായിട്ടാണ് നമ്മൾ കുളോംബ് പെർ സെക്കൻഡിന് ആംപിയർ എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രം, ഗണിതം, കുറച്ചധികം ഉണ്ട്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വൈദ്യുതിയായി ബന്ധപ്പെട്ടുള്ള കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഭൗതിക ശാസ്ത്രത്തിൽ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിനൊരു ആദര സൂചകമായിട്ടാണ് നമ്മൾ ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. വൈദ്യുത കാന്തികത, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ഭൗതിക ശാസ്ത്രത്തിനൊക്കെ തുടക്കം കുറിച്ചത് ആൻഡ്രേ മാരി ആംപിയർ ആണ്. അദ്ദേഹത്തിനെ പറ്റി കൂടുതലൊന്നും വേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥാണ് നമ്മൾ കുളോംബ് പെർ സെക്കൻഡിന് ആംപിയർ എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ ഭൗതിക ശാസ്ത്രത്തിൽ വൈദ്യുതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ വൈദ്യുത കാന്തികതയിലേക്കൊക്കെ കുറേയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത്രയും കാര്യം മാത്രം മതി. ഇനി നമുക്കൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. ഒരു ചാലകത്തിലൂടെ 10 കുളോംബ് ചാർജ് ഒഴുകാൻ 5 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ കറണ്ട് എത്ര? നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കറണ്ടാ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. I is equal to Q/T. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. ചാർജ് തന്നിട്ടില്ലേ?
ചാർജ് എത്രയാ തന്നിട്ടുള്ളത്? ചാർജ് Q is equal to 10 coulomb. Then time, സമയം T എത്രയാ തന്നിട്ടുള്ളത്? 5 സെക്കൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? Q ഉണ്ട്, T ഉണ്ട്. Q is equal to 10/5. That is equal to 2 അല്ലേ? ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ജസ്റ്റ് 2 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ യൂണിറ്റ് കൊടുക്കണം. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ A. ക്ലിയർ ആയോ? ഇതിന് അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു ചാലകത്തിലൂടെ 1.5 ആംബിയർ കറണ്ട് 3 സെക്കൻഡിൽ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ചാലകത്തിലൂടെ ഒഴുകിയ വൈദ്യുത ചാർജിന്റെ അളവ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വൈദ്യുത ചാർജ് ആണ്. നമുക്ക് ആദ്യം അറിയുന്ന ഇക്വേഷൻ ഏതാ? I is equal to Q/T. Then Q അല്ലേ കാണാൻ പറഞ്ഞ, അപ്പൊ Qന്റെ രീതിയിലേക്ക് ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതാം. Q is equal to IT. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതിയാലോ? കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് I is equal to എന്താണ്? എത്രയാ തന്നിട്ടുള്ളത്? 1.5 ആംപിയർ. ദെൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? സമയം തന്നിട്ടില്ലേ? 3 സെക്കൻഡ് ആണ് സമയം. T is equal to 3 സെക്കൻഡ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോരെ? ഇതിൽ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? I into T. I is equal to 1.5 into time is equal to 3. That is equal to എത്രയാ? 1.5 into 3 എത്രയാണ് ആൻസർ? 4.5. നമ്മൾ കറണ്ട് ആണോ ഇവിടെ കണ്ടത്? അല്ലല്ലോ, നമ്മൾ ചാർജ് അല്ലേ കണ്ടത്. സോ ചാർജ് കാണുമ്പോൾ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കുളോം എന്തിനാ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ C. സോ നമ്മൾ ആൻസർ 4.5 കുളോം ആണ്. ക്ലിയർ ആയോ? എന്താ തന്നിട്ടുള്ളത് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ മാറ്റുക, എന്നിട്ട് തന്നിട്ടുള്ള സാധനങ്ങൾ എടുത്തെഴുതുക, ഇക്വേഷനിൽ കൊടുക്കുക, വാല്യൂ കണ്ടെത്തുക, എന്നിട്ട് കറസ്പോണ്ടിങ് യൂണിറ്റ് ചാർജ് ആണെങ്കിൽ C, ടൈം ആണെങ്കിൽ സെക്കൻഡ്, S കൊടുക്കുക, സ്മോൾ s, ദെൻ കറണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ A, ആംബിയർ, യൂണിറ്റ് മാറിപ്പോവരുത്. ഓക്കെ ആണോ? സോ നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. അടുത്തത് നമുക്ക് പറയാനുള്ളത് ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം. അതായത് ചാലകം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടർ എന്നാണ് നമ്മൾ പറയുക. അതായത് വൈദ്യുതി കടത്തി വിടുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വൈദ്യുതിയുടെ ചാലകമാണ് എന്ന് പറയാം. സോ ഇലക്ട്രിക് കറണ്ട് ത്രൂ കണ്ടക്ടർ, ഈ ചാലകത്തിലൂടെ ഉള്ള വൈദ്യുതിയുടെ പ്രവാഹം ഏത് രീതിയിലാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഒരു ചാലകത്തിൽ ധാരാളം സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട്. ഒരു ചാലകത്തിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അർദ്ധചാലകത്തിനെയും നമ്മൾ പറയില്ലേ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയില്ലേ, അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ചാലകത്തില് ഈ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതെന്താവുന്നത്? ചാലകമാവുന്നത്. നോക്കാം. ചാലകം ചിത്രത്തിലെ ചാലകം 7.17 ആണ്. ഈ ചിത്രമാണ് പറയുന്നത്. നമുക്ക് പറയാം. ആദ്യം ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ചിത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. EMFന്റെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുമ്പോൾ ചാലകത്തിലെ A എന്ന അഗ്രത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ ലഭിക്കുന്ന അതേ തള്ളൽ സമയം B എന്ന അഗ്രത്തിലും അനുഭവപ്പെടുന്നു. അതിനാൽ സ്രോതസ്സിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ചാലകത്തിലേക്ക് പ്രവേശിക്കുന്ന ഇലക്ട്രോണുകൾ തുല്യ എണ്ണം ഇലക്ട്രോണുകൾ അതേ സമയം തന്നെ ചാലകത്തിന്റെ രണ്ടാം അഗ്രത്തിലൂടെ തിരിച്ച് സ്രോതസ്സിന്റെ പോസിറ്റീവ് ടെർമിനലിൽ എത്തുന്നു. ഇതുകൊണ്ടാണ് സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇൻസുലേറ്ററുകൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഇൻസുലേറ്ററുകളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഇതിപ്പോ കാണുമ്പോൾ കുറേ കണ്ടന്റ് എഴുതി വെച്ച പോലെ അല്ലേ? ഒന്നുമില്ല. നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് പറയാം. ഇവിടെ പറയുന്ന ആദ്യത്തെ ഒരു കാര്യം,
ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണ്, എന്നാൽ ഇൻസുലേറ്ററിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ എണ്ണം കുറവാണ്, വളരെ കുറവാണ്. അർദ്ധചാലകം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അത്രയും കാര്യം ഓർത്ത് വെക്കാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ പോയിന്റ് എ കണ്ടോ, അതുപോലെ ഇവിടെ പോയിന്റ് ബി കണ്ടോ, പോയിന്റ് എയും പോയിന്റ് ബിയും ഉണ്ട്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇലക്ട്രോണുകൾ എയിൽ നിന്ന് ബിയിലേക്കാണ് ചലനം. ഒരു ബലം കൊടുക്കുന്ന സമയത്ത് അപ്പം എന്ത് സംഭവിക്കുന്നറിയോ, ഇതിലുള്ള ഇലക്ട്രോണുകളിലെ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകളിലെ ഈ ഇലക്ട്രോണുകൾ എയിൽ നിന്നും ബിയിലേക്ക് പോകും. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നത് കണ്ടോ, ഈ ഒരു ഡയറക്ഷൻ കണ്ടോ, എയിൽ നിന്ന് ബിയിലേക്കാണ് അത് സഞ്ചരിക്കുന്നത്. ഇതാ സ്വതന്ത്ര ഇലക്ട്രോണുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മൈനസ് മൈനസ് കാണുന്നില്ലേ, അത് ഈ എ എന്ന ടെർമിനലിൽ നിന്ന് ബി എന്ന ടെർമിനലിലേക്ക് പോകും. ഇവിടെ എ നെഗറ്റീവ് ആണ്, ഇവിടെ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് വൈദ്യുതിയുടെ പ്രവാഹമില്ലേ, വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇലക്ട്രോണുകൾ പോകുന്നതിൻ്റെ എതിർദിശയിലാണ്. അത്രയും കാര്യം മാത്രം ഓർത്താൽ മതി. ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇ എം എഫിൻ്റെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുക. അത് പുറത്തൊരു ഇ എം എഫിൻ്റെ സ്രോതസ്സുമായി ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ചാലകത്തിലെ എ അഗ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഇലക്ട്രോണുകൾക്കൊരു തള്ളലുണ്ടാവും. അത് എയിലൂടെ എന്താവും, ബിയിലേക്ക് പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ വൈദ്യുതിയുടെ ദിശ എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. വൈദ്യുതി ഈ ദിശയിലാണെങ്കിൽ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ദിശയിലാണ് എന്ന് ഓർക്കുക. അത്രേ അവിടെ പറയുന്നുള്ളൂ. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ഇലക്ട്രോണുകൾ വൈദ്യുത സ്രോതസ്സിന്റെ നെഗറ്റീവ് ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ് പ്രവഹിക്കുന്നത് അല്ലേ? നോക്ക്, ഇതാണ് ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഭാഗത്തേക്കാണ് പ്രവഹിക്കുന്നത്. ഇവിടെ കൊടുത്തത് കണ്ടോ, ഇലക്ട്രോണുകളുടെ ചലന ദിശ നെഗറ്റീവ് അല്ലേ? ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. എങ്കിലും വൈദ്യുതി പ്രവാഹത്തിന്റെ ദിശ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇതല്ലേ പോസിറ്റീവ്? സോ വൈദ്യുതി പ്രവാഹത്തിന്റെ ദിശ ഈ രീതിയിലല്ലേ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ത്, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത്രയും കാര്യമാണ് ഈ പിക്ചറിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് ദിശയിലൂടെയാണോ ഇലക്ട്രോണുകൾ പോകുന്നത് അതിൻ്റെ നേരെ വിപരീതമായിരിക്കും നമ്മുടെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ എന്ന് പറയുന്നത്. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, എതിർ ദിശയിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ആ കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പിക്ചറിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളിൽ വൈദ്യുത പ്രവാഹ തീവ്രത, ചാർജിന്റെ അളവ്, സമയം എന്നിവ ഉപയോഗിച്ച് ഗണിച്ച് സമവാക്യത്തിലൂടെ കണ്ടുപിടിക്കുക എന്നത് പ്രായോഗികമല്ല. നമ്മളിപ്പോൾ പറഞ്ഞു വൈദ്യുതിയുടെ തീവ്രത I=Q/T എന്ന് പറഞ്ഞു, ചാർജ് ബൈ സമയം. എന്നാൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളിൽ നമുക്കിപ്പം I=Q/T എന്ന് വെച്ച് ആ സമവാക്യം ഉപയോഗിച്ചിട്ട് അതിലെ തീവ്രത കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് കുറച്ച് ഗണിത സമവാക്യത്തിലൂടെ കണ്ടുപിടിക്കുക എന്നത് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത എന്തിലൂടെ ആയിരിക്കും കണ്ടെത്തുക? ഏത് രീതിയിലായിരിക്കും കണ്ടെത്തുക? നോക്കാം. അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് ആണ് നമ്മൾ സർക്യൂട്ടിലെ കറണ്ട് അളക്കുന്നത്. അമ്മീറ്റർ എന്നുള്ള ഉപകരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വോൾട്ട് മീറ്റർ. അതെന്തിനായിരുന്നു ഓർക്കുന്നുണ്ടോ? വോൾട്ട് മീറ്റർ എന്തിനായിരുന്നു? വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണ്. എന്നാൽ അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? അമ്മീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്റർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് അളക്കാനുള്ള ഉപകരണമാണ്. നമുക്കൊരു ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളിലെ ഈ സമവാക്യം വെച്ചൊന്നും കറണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെത്തിയൊരു ഉപകരണമാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ വോൾട്ട് മീറ്റർ ഉണ്ട്. വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാറിപ്പോകരുത്. ഓക്കെ ആണോ? മാറിപ്പോവാൻ പാടില്ല. ചിത്രം നമുക്കൊരു ചിത്രം നോക്കാണ്ട് നിരീക്ഷിച്ച് ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിക്കുന്ന രീതി മനസ്സിലാക്കാനാണ് പറയുന്നത്. അമ്മീറ്റർ ഘടിപ്പിക്കുന്ന രീതി മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് നെക്സ്റ്റ് പിക്ചർ പറയുമ്പോൾ പറഞ്ഞു തരാം. നേരത്തെ നമ്മൾ വോൾട്ട് മീറ്റർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സെല്ലിന്റെ പോസിറ്റീവാണ് വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവിലേക്ക്, സെല്ലിന്റെ നെഗറ്റീവാണ് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവിലേക്ക്. അപ്പൊ അമ്മീറ്ററിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമുക്കത് പിക്ചർ കാണാൻ സാധിക്കും. പോസിറ്റീവ് ഓഫ് അമ്മീറ്റർ ആണ് എന്ത്? പോസിറ്റീവ് ഓഫ് സെൽ എന്ന് പറയുന്നത്. സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നത്. സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നത്. സെല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നോക്കാം. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്മീറ്റർ 1 ആംപിയർ റീഡിംഗ് കാണിക്കുന്നു എങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അമ്മീറ്ററിലൂടെ ഒഴുകിയ ചാർജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിലൂടെ അമ്മീറ്ററിൽ ഒഴുകിയ ചാർജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. ഇക്വേഷൻ നമുക്കറിയാം. I is equal to Q by T ആണ്. എന്താ നമ്മളോട് ചാർജ് അല്ലേ ചോദിച്ചത്? Q is equal to IT. കറണ്ട് എത്രയാണ് തന്നിട്ടുള്ളത്? 1 ആംപിയർ അല്ലേ? സോ 1 ഇൻറ്റു T എത്രയാ? ടൈം എത്രയാ തന്നത്? 1 സെക്കൻഡ് ആണ്. 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 കുളോം. ചാർജ് ആയതുകൊണ്ട് കുളോം ആണ്. അതായത് 1 സെക്കൻഡിലൂടെ 1 ആംപിയർ കറണ്ട് ആണ്. എന്താണ്? 1 കുളോം ചാർജ് കടന്നു കഴിഞ്ഞാൽ 1 ആംപിയർ കറണ്ടാണ് അതിലുണ്ടാവുന്നത്. 1 ആംപിയർ കറണ്ടാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അമ്മീറ്ററിൽ 1 ആംപിയർ റീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് അതിൽ 1 കുളോം ചാർജ് ആണ് ഒഴുകിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ടേബിൾ, അടുത്തത് ഒരു ടേബിൾ നോക്കും. ആ ടേബിളിൽ എന്തൊക്കെയാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ഓരോ സിമ്പൽ ഉണ്ട്. ആ സിമ്പൽ എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വരച്ച് നോക്കാം. ഞാൻ വരച്ച് തരും. നിങ്ങൾ അത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് വരച്ച് നോക്കണം. ഓക്കെ ആണോ? നോക്കാം. ഒരു വൈദ്യുത സ്രോതസ്സും വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണവും കറണ്ട് ഒഴുകത്തക്ക രീതിയിൽ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് വൈദ്യുത സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യുത സ്രോതസ്സും എന്താണ് അതിൻ്റെ വേണ്ട ഉപകരണങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതിനെയാണ് നമ്മൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ട് ഘടകങ്ങളുടെ പ്രതീകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ടേബിൾ തരും. അതായത് സർക്യൂട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും നമുക്ക് തരും. അതുപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഘടകം ഏതാണ്, അതിൻ്റെ പ്രതീകം എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇതറിഞ്ഞാലേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുള്ളൂ. ഇതറിഞ്ഞാൽ മാത്രമേ വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ സെല്ലാണെങ്കിൽ എങ്ങനെയാണ്? സെല്ലാണെങ്കിൽ നമ്മൾ വരയ്ക്കുക ഒരു ചെറിയ വര, ദെൻ ഒരു വലിയ വര. ഈ ചെറിയ വരേൻ്റെ മീനിങ് എന്താണെന്നറിയോ? സെല്ലിൻ്റെ നെഗറ്റീവാ. വലിയ വര സെല്ലിൻ്റെ പോസിറ്റീവായിരിക്കും. അത് ഓർത്ത് വെക്കുക. ചെറിയ വര എന്ന് പറയുന്നത് സെല്ലിൻ്റെ നെഗറ്റീവാണ്. വലിയ വര എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിൻ്റെ പോസിറ്റീവാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെഗറ്റീവ്, പോസിറ്റീവ്. ഓക്കെ ആണോ? ദെൻ ബാറ്ററി ആണ് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബാറ്ററീൻ്റെ സെല്ല് പോലെ തന്നെയാണ് ഇതൊരു സെല്ല്.
ഇതൊരു സെല്ലല്ലേ, ഇതൊരു സെല്ലല്ലേ? ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൂടുതൽ സെല്ലില്ലേ, ഒന്ന് കൂടുതൽ സെല്ലില്ലേ? നെഗറ്റീവ്, പോസിറ്റീവ്. ഇവിടെ എങ്ങനെയാണ്? ചെറിയ ലൈൻ നെഗറ്റീവാണ്, വലിയ ലൈൻ പോസിറ്റീവാണ്. എന്താ, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവ്. ഓക്കെ ആണോ? അടുത്തതാണ് സ്വിച്ച്. സ്വിച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെയും വരയ്ക്കാം, സ്വിച്ച് ഇങ്ങനെയും വരയ്ക്കാം, അതുപോലെ ഈ രീതിയിലും വരയ്ക്കാം. ഇത് രണ്ടും എന്താണ്? സ്വിച്ചാണ്. ഇനി സ്വിച്ച് ഓൺ എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള രീതിയാണ്, ഓഫ് ആയിട്ടുള്ള രീതിയാണ്. ഇനിയിപ്പോൾ സപ്പോസ് സ്വിച്ച് ഓൺ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നറിയോ? ഇതല്ലേ ഓഫ്, ഇത് കണക്ട് ചെയ്യും, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ഇത് കണക്റ്റ് ആയിട്ടായിരിക്കും ഓൺ ആയിട്ടുള്ളതാണെങ്കിൽ. ദെൻ ഈ ഒരു പിക്ചറിലെ ഇതിലാണെങ്കിൽ ഡോട്ട് ഉണ്ടാവും. സ്വിച്ച് ഓൺ ആണെങ്കിൽ ഈ ഒരു ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോട്ട് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ബൾബ്, ബൾബ് അല്ലെങ്കിൽ ലാമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഈ ഒരു സാധനം. നോർമലി യൂസ് ചെയ്യാറ് ഈ രീതിയിലാണ്. പിന്നെ ഇടയ്ക്ക് കാണുന്നതാണ് ഇങ്ങനെ ക്രോസ് ഇട്ടിട്ടുള്ള രീതിയും കാണാം, രണ്ടും പഠിച്ചു വെക്കുക. ദെൻ LED ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ആണെങ്കിൽ ഇതാ, LED ആണെങ്കിൽ ഏരോട്ട് കൊടുക്കണം. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഉണ്ട്, അത് സിമ്പിളാണ്. വോൾട്ട് മീറ്റർ ആണെങ്കിൽ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചിട്ട് V എന്ന് എഴുതുക, അമ്മീറ്റർ ആണെങ്കിൽ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ A എന്ന് എഴുതുക. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഈ ടേബിൾ നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ലോണം പഠിക്കുക. കാരണം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കമ്പോണൻസ് തരും, അത് വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട്. സിമ്പിൾ അറിയില്ലെങ്കിൽ സർക്യൂട്ട് അറിഞ്ഞിട്ടും കാര്യമില്ല, വരയ്ക്കാൻ സാധിക്കൂല. സോ താഴെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് ചിത്രം നിരീക്ഷിക്കുക. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, ഈ പിക്ചറിൽ കാണുന്നത് എന്താ? ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്, രണ്ട് സെല്ലുണ്ട്. ഇത് സെല്ലിൻ്റെ നെഗറ്റീവ് അല്ലേ, ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് ആണല്ലോ. സോ രണ്ട് സെല്ലുണ്ട്. ആദ്യം നെഗറ്റീവ്, ആദ്യം നമ്മൾ നെഗറ്റീവ് ചെറിയ ലൈൻ വരച്ചു. ദെൻ പോസിറ്റീവ്, ഒരു സെല്ല് കഴിഞ്ഞു. ദെൻ ഒരു സെല്ല് കൂടെ അല്ലേ, നെഗറ്റീവ് പോസിറ്റീവ്. പിന്നെ ഇത് കണക്ട് ചെയ്തത് എന്തിലേക്കാണ്? ലാമ്പിലേക്കല്ലേ. സോ നമ്മൾ എന്താക്കി? ലാമ്പ് വരച്ചു. ലാമ്പ് വരച്ചല്ലോ, ലാമ്പിലേക്കാണ് കണക്ട് ചെയ്തത്. ദെൻ ലാമ്പ് പോയത് എങ്ങോട്ടാ? സ്വിച്ചിലല്ലേ. സോ ലാമ്പ് പോകുന്നത് സ്വിച്ചിലേക്കാണ്. സ്വിച്ച് വരച്ചു, സ്വിച്ച് എന്തായി? നമ്മളെ സെല്ലിലേക്ക് കണക്ട് ചെയ്തു. നോക്ക്, സ്വിച്ചിന്റെ കണക്ഷൻ സെല്ലിലേക്ക് വരുന്നില്ലേ? അപ്പൊ മനസ്സിലായോ എങ്ങനെയാ വരച്ചത് എന്ന്? പട്ടിക 7.5 പ്രയോഗപ്പെടുത്തി ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ടിലെ ഏതെങ്കിലും 3 ഘടകങ്ങളുടെ പേരും ഉപയോഗവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പേരും ഉപയോഗവും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാണ്. സെല്ല്, ഞാൻ 2 സെല്ലുകൾ കൂട്ടി വെച്ചു. രണ്ട് സെല്ലുകൾ വച്ചു. രണ്ട് സെല്ലുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പെൻ സ്വിച്ച്, ഞാൻ ഈ രീതിയിലാണ് സ്വിച്ച് വരച്ചിട്ടുള്ളത്. രണ്ടും വരയ്ക്കേ. നമുക്കിഷ്ടമുള്ള, നമുക്ക് ഏതാ എളുപ്പം എന്നുള്ളത് ആ രീതിയിൽ വരയ്ക്കാം. രണ്ട് രീതിയിൽ സ്വിച്ചിനെ റെപ്രസെന്റ് ചെയ്യാം. സ്വിച്ച് വരച്ചു. ദെൻ ഞാൻ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഞാൻ LED ആയിട്ട് കണക്ട് ചെയ്യാം. LED ആയിട്ട് കണക്ട് ചെയ്യാണ്. LED ആയിട്ട് കണക്ട് ചെയ്തു. ലാമ്പ് അല്ല, ഇത് LED ബൾബാണ്. LED ബൾബായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു സർക്യൂട്ട് ഡയഗ്രം അല്ലേ? സർക്യൂട്ട് ഡയഗ്രം അല്ലേ?
സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഇനി ഓരോ കമ്പോണന്റിന്റെ യൂസസ് ചോദിച്ചാൽ എന്താണ്? സ്വിച്ച് നമുക്ക് കറണ്ട് വേണമെങ്കിൽ ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ എന്നുള്ള രീതിയിൽ പറയാം. സെൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാനാണ് എന്നുള്ളത് പറഞ്ഞൂടെ? വൈദ്യുത ചാർജിന്റെ പ്രവാഹത്തിന് വേണ്ടിയിട്ടല്ലേ അവിടെ ഒരു എന്താണ് നമ്മൾ പുറത്തു നിന്നുള്ളൊരു വസ്തു എന്താണ് വൈദ്യുത സ്രോതസ്സാണ് എന്ത് എന്ന് പറയുന്നത്? സെൽ അഥവാ ബാറ്ററി എന്ന് പറയുന്നത്. ദെൻ വോൾട്ട് മീറ്റർ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളും എഴുതുക. ദെൻ നമുക്ക് നോക്കാം. ചിത്രം 7.21 കാണിച്ച് സർക്യൂട്ട് നിരീക്ഷിച്ച് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ എന്നിവയുടെ പ്രതീകം, ഉപയോഗം, സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രീതി എന്നിവ പട്ടികപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പിക്ചർ നല്ല രീതിയിൽ നോക്കുക. ഇതെന്താണ്? സെൽ. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇതെന്താണ്? ബൾബ്. ബൾബല്ലേ? ബൾബ്. then ഇതെന്താണ്? സെൽ. ഇതെന്താണ്? വോൾട്ട് മീറ്റർ അല്ലേ? വി ഇട്ടാല് വോൾട്ട് മീറ്റർ. ഇതെന്താണ്? അമ്മീറ്റർ അല്ലേ? അമ്മീറ്റർ. ക്ലിയർ ആയോ? ഇനി നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് സ്വിച്ച് ആണ്. സ്വിച്ച്. ഓക്കെ. ഇനി നമ്മളോട് ഇതൊക്കെ വെച്ചിട്ട് പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. അമ്മീറ്ററിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു സർക്കിൾ പോലെ, അതിൻ്റെ ഉള്ളിൽ എ ആണ്. വോൾട്ട് മീറ്ററിന്റെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ. വോൾട്ട് മീറ്ററിന്റെ സർക്കിള് വി. സർക്കിൾ കൊടുക്കുക, വി കൊടുക്കുക. വി. ക്ലിയർ ആയോ? വി ആണ് കൊടുക്കുക. ദെൻ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണ് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ എന്തിനാണ്? കറണ്ട് അളക്കാനാണ്. കറണ്ട് അളക്കാൻ. കറണ്ട് അളക്കാൻ. കറണ്ട് അളക്കാൻ. കിട്ടുന്നില്ല? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അളക്കാൻ. ദെൻ അടുത്തത് ഉപകരണത്തിന് സമാന്തരമായി. നോക്ക്, ഇതാ ബൾബിന് സമാന്തരമായിട്ടല്ലേ നമ്മളെ വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുള്ളത്? സമാന്തരമായിട്ടല്ലേ ഘടിപ്പിച്ചിട്ടുള്ളത്? നോക്ക്, ഇത് സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാ അമ്മീറ്ററോ? അമ്മീറ്റർ എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ്, സമാന്തരമല്ല. ഇതിൻ്റെ കൂടിയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ശ്രേണി രീതിയിലാണ്. ശ്രേണി രീതിയിൽ. ശ്രേണി രീതി. ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. അമ്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലെ സെല്ലിന്റെ പോസിറ്റീവിനോടും നെഗറ്റീവ് ടെർമിനലിലെ സെല്ലിന്റെ നെഗറ്റീവിനോടും ബന്ധിപ്പിക്കണം. നോക്ക്, അമ്മീറ്ററിന്റെ പോസിറ്റീവ്, അമ്മീറ്ററിന്റെ നെഗറ്റീവ് തന്നുണ്ട്. സെല്ലിന്റെ പോസിറ്റീവ് വലിയ ലൈനല്ലേ, അതല്ലേ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നെഗറ്റീവ് ഇതല്ലേ, ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നെഗറ്റീവ് നെഗറ്റീവിനോട്. ഇനി വോൾട്ട് മീറ്റർ നോക്കുകയാണെങ്കിൽ നോക്ക്, ഈ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവാണ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവാണ് എന്ത്? സെല്ലിന്റെ പോസിറ്റീവ് ഇവിടെയാണ്. സെല്ലിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ എന്താണ്? വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് എന്താണ്? സെല്ലിന്റെ പോസിറ്റീവിനോട്. ദെൻ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് സെല്ലിന്റെ എന്തിനോടാണ്? നെഗറ്റീവിനോട്.
ക്ലിയർ ആയോ? സെല്ലിൻ്റെ നെഗറ്റീവിനോട്. അത്രയും കാര്യമാണ് ആ പട്ടികയെ ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അടുത്തത് വൈദ്യുത സർക്യൂട്ടുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട് എന്നിവ മനസ്സിലായോ? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കറണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞു, രണ്ടിൻ്റെ യൂണിറ്റ് പറഞ്ഞു, രണ്ടും അളക്കുന്ന ഉപകരണങ്ങളും പറഞ്ഞു. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, അളക്കുന്നത് വോൾട്ട് മീറ്റർ ആണ്. കറണ്ട് അളക്കുന്നത് അമ്മീറ്റർ ആണ്, യൂണിറ്റ് ആംപിയർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? കറണ്ട് അളക്കുന്നത്, കറണ്ട് ഇതെന്താണ്? കറണ്ടിൻ്റെ തീവ്രത I = Q/T. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ സമയമാണ്. എന്നിട്ട് നമ്മൾ യൂണിറ്റ് കണ്ടു. ചാർജിൻ്റെ യൂണിറ്റ് കുളോമാണ്, കുളോം പെർ സെക്കൻഡ് ആണ്. കുളോം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംപിയർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ചില ഉപകരണങ്ങളിലുള്ള കറണ്ട് അളക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ സമവാക്യം വെച്ചിട്ട് അളക്കുന്നത് പ്രായോഗികമല്ല. അതിനൊരു ഉപകരണമുണ്ട്, അമ്മീറ്റർ ആണ് എന്ന് പറഞ്ഞു. അമ്മീറ്റർ ആണ്. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് സെല്ലിൻ്റെ ടെർമിനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സെല്ലിൻ്റെ ടെർമിനലിൻ്റെ നെഗറ്റീവുമാണ് എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ വോൾട്ട് മീറ്ററും അമ്മീറ്ററും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും സിമ്പല് കറണ്ടാണ്, ഒന്ന് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രതീകം കറക്റ്റ് പഠിച്ചു വെക്കുക, എന്നിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക. നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അതല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ട കമ്പോണൻറ്റുകൾ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുത്തതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്